ക്ലബ് ഫുട്ബോളിന്റെ ആരവങ്ങൾക്ക് താൽക്കാലിക വിരാമം. ഇനി ഇന്റർനാഷണൽ ബ്രേക്കിന്റെ ഭാഗമായി വമ്പൻ പോരാട്ടങ്ങളാണ് യുഎഫ നേഷൻസ് ലീഗിൽ നടക്കാൻ പോകുന്നത്. യുഎഫ നേഷൻസ് ലീഗിന്റെ ക്വാർട്ടർ മത്സരങ്ങളിൽ വമ്പൻ ടീമുകൾ ഏറ്റുമുട്ടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത. അതിപ്പം അടുത്ത ജൂണിൽ നടക്കുന്ന സെമി ലക്ഷ്യമിട്ടാണ് വമ്പൻ ടീമുകളെല്ലാം ഇറങ്ങുന്നത്. പോർച്ചുഗലിന്റെ എതിരാളികൾ ഡെൻമാർക്കാണ്, ഫ്രാൻസിന്റെ എതിരാളികൾ ക്രൊയേഷ്യ, അതുകൂടാതെ സ്പെയിൻ, നെതർലാൻഡ്സ് എന്ന വമ്പൻ പോരാട്ടവും നമ്മളെ കാത്തിരിക്കുന്നുണ്ട്. അതിനൊപ്പം മറ്റൊരു ബിഗ് ഫൈറ്റ് എന്നൊക്കെ പറയാൻ പറ്റുന്ന ഇറ്റലിയും ജർമ്മനിയും തമ്മിലുള്ള മത്സരവും യുഎഫ നേഷൻസ് ലീഗിന്റെ ക്വാർട്ടർ മത്സരങ്ങളുടെ ഭാഗമായി അരങ്ങേറും. എല്ലാ മത്സരങ്ങളും ഒന്നിനൊന്ന് മികച്ചതായിരിക്കും എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. ഇന്ത്യൻ സമയം വെള്ളിയാഴ്ച പുലർച്ചെ 1:15 ആദ്യ ലെഗുകൾ, ഈ ക്വാർട്ടർ ഫൈനലുകളുടെ ആദ്യ ലെഗുകൾ നടക്കുന്നത്. അതിനുശേഷം രണ്ടാം ലെഗ് നെക്സ്റ്റ് മൺഡേ, അതായത് വരുന്ന തിങ്കളാഴ്ച പുലർച്ചെ ഇന്ത്യൻ സമയം 1:15 അരങ്ങേറുക. സെമി ഫൈനൽ മത്സരങ്ങൾ, യുഎഫ നേഷൻസ് ലീഗിന്റെ സെമി ഫൈനൽ മത്സരങ്ങൾ അടുത്ത ജൂണിലാണ് നടക്കുക. അപ്പൊ എന്തായാലും വലിയ മത്സരങ്ങൾ തന്നെയാണ് വരുന്നത്. യുഎഫ നേഷൻസ് ലീഗിന് ഇപ്പൊ എല്ലാവരും വളരെ ഗൗരവത്തോടെയാണ് കാണുന്നത്. പ്രത്യേകിച്ച് അടുത്ത ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു പ്രധാനപ്പെട്ട ടൂർണമെന്റ് ആണ്. അതുമാത്രമല്ല ഒരു കിരീടം നേടാനുള്ള സാധ്യതകൾ എല്ലാ ടീമുകളെ സംബന്ധിച്ചും വളരെ പ്രധാനപ്പെട്ടത് തന്നെയാണ്. അപ്പം പോർച്ചുഗലിന്റെ എതിരാളികൾ ഡെൻമാർക്കാണ്. പോർച്ചുഗൽ മികച്ച ടീമുമായിട്ടാണ് വരുന്നത്. ക്യാപ്റ്റൻ ക്രിസ്ത്യാനോ റൊണാൾഡോയുടെ നേതൃത്വത്തിൽ ശരിക്കും താരനിബിഡമായ മികച്ച ഫോമിൽ കളിക്കുന്ന താരങ്ങളുടെ ഒരു നിര തന്നെയാണ് പോർച്ചുഗൽ. റോബർട്ടോ മാർട്ടിനസ് ആ ടീമിനെ വളരെ മികച്ച രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പം ബ്രൂണോ ഫെർണാണ്ടസ് ഉണ്ട്, പിന്നെ അതുകൂടാതെ റാഫേൽ ലിയാവോ, പെദ്രോ നെറ്റോ എന്നിവരെല്ലാം ഉണ്ട്. പിന്നെ അതുകൂടാതെ നമുക്ക് പറയാൻ പറ്റുകയാണെങ്കിൽ ഇപ്പോൾ വിറ്റീനിയ, അല്ലെങ്കിൽ മെൻഡസ്, ജാവോ നെവസ്, ഇങ്ങനെ PSG വേണ്ടി വളരെ തകർപ്പൻ ഫോമിൽ കളിക്കുന്ന ഒരു പറ്റം യുവതാരങ്ങൾ കൂടി അടങ്ങുന്നതാണ് പോർച്ചുഗൽ ടീം. പിന്നെ ക്വെൻഡ എന്ന് പറയുന്ന ഇപ്പൊ ചെൽസി സ്വന്തമാക്കിയ ആ ഒരു യങ് പ്ലെയർ, 17 വയസ്സുള്ള വിങ്ങറും ടീമിൽ ഇടം പിടിച്ചിട്ടുണ്ട്. മിക്കവാറും അരങ്ങേറ്റ മത്സരം പോർച്ചുഗലിന് വേണ്ടി കളിക്കാനാണ് സാധ്യത. പിന്നെ റൂബൻ ഡയാസ് ഒക്കെ ഡിഫൻസിലേക്ക് തിരിച്ചെത്തിയിട്ടുണ്ട്. അപ്പൊ ശരിക്കും ഒരു ഗംഭീരമായ ഒരു ടീമുമായിട്ടാണ് പോർച്ചുഗൽ ഈ ഒരു യുഎഫ നേഷൻസ് ലീഗിന്റെ ക്വാർട്ടറിൽ കളിക്കാൻ ഒരുങ്ങുന്നത്. ഡെൻമാർക്കിനെ സംബന്ധിച്ചാണ് ക്രിസ്ത്യൻ എറിക്സനെയൊക്കെ പോലെയുള്ള പരിചയസമ്പന്നരായുള്ള താരങ്ങൾ അവർക്കുണ്ട്. അതിനൊപ്പം തന്നെ ഹോയ്ബിയയുടെ നേതൃത്വത്തിലാണ് അവർ ഇറങ്ങുന്നത്. പിന്നെ റാസ്മുസ് ഹോയ്ലൻഡ് ഒക്കെ കളിക്കുന്നുണ്ട്. മാഞ്ചസ്റ്റർ യുണൈറ്റഡിന്റെ മറ്റൊരു പുതിയ താരമായ പാട്രിക് ദോർഗോ ഒക്കെ ഡെൻമാർക്ക് ടീമിലുണ്ട്. ഡെൻമാർക്ക് അത്യാവശ്യം നല്ല പോരാട്ട വീര്യം കാഴ്ചവെക്കുന്ന ഒരു ടീമാണ്. അപ്പം ആദ്യത്തെ ലെഗ് മത്സരം, ക്വാർട്ടർ ഫൈനലിന്റെ ആദ്യത്തെ ലെഗ് മത്സരം നടക്കുന്നത് പാർക്കൻ സ്റ്റേഡിയം കോപ്പൻഹാഗനിലാണ്. രണ്ടാമത്തെ ലെഗ് പോർച്ചുഗലിലെ ലിസ്ബണിലാണ്. അപ്പൊ എന്തായാലും വളരെ ആവേശകരമായ ഒരു മത്സരം തന്നെയായിരിക്കും. പോർച്ചുഗലിന് വ്യക്തമായ ഒരു മേധാവിത്വം നമുക്ക് എന്തായാലും പ്രതീക്ഷിക്കാം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട മത്സരം, ശരിക്കും ഒരു മൗത്ത് വാട്ടറിംഗ് കോൺടെസ്റ്റ് എന്നൊക്കെ പറയുന്നത് ഈ ജർമ്മനിയും ഇറ്റലിയും തമ്മിലുള്ള ക്വാർട്ടർ പോരാട്ടമാണ്. യുഎഫ നേഷൻസ് ലീഗിന്റെ സെമി ലക്ഷ്യമിട്ട് ആദ്യത്തെ ലെഗിൽ മിലാനിലും, പിന്നെ അത് കഴിഞ്ഞ് രണ്ടാമത്തെ ലെഗ് ജർമ്മനിയിലുമാണ് ഇറങ്ങേറുന്നത്. അപ്പൊ ഇറ്റലിയെ സംബന്ധിച്ച് ആദ്യത്തെ ലെഗിൽ തങ്ങളുടെ മണ്ണിൽ കളിക്കാനാകും എന്നുള്ളത് അവർക്ക് ചെറിയൊരു ആത്മവിശ്വാസം നൽകുന്ന കാര്യമാണ്. പിന്നെ കസദയെ പോലുള്ള ഒരു യുവതാരത്തേക്ക് അവർ ഇത്തവണ ടീമിലേക്ക് ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പിന്നെ ഇറ്റലിയുടെ ഏറ്റവും വലിയ ശക്തി എന്ന് പറയുന്നത് ഒന്ന് അവരുടെ ഗോൾ കീപ്പർ ഡൊണ്ണാരുമ, പിന്നെ സാൻഡ്രോ ടൊണാലി ഉണ്ട്, ബറെല്ല ഉണ്ട് മിഡ്ഫീൽഡിൽ, പിന്നെ ബെസ്റ്റോണിയുടെ ഒരു സാന്നിധ്യം ഡിഫൻസിൽ വലിയ മുതൽക്കൂട്ടാകും. പിന്നെ റാസ്പദോറിയും റെറ്റഗിയും ഒക്കെ അത്യാവശ്യം ഫോമിലാണ് കളിച്ചുകൊണ്ടിരിക്കുന്നത് മുന്നേറ്റ നിരയിൽ. കീനെയും ടീമിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. പക്ഷേ ഇറ്റലിയുടെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഡിമാർക്കോ എന്ന് പറയുന്ന അവരുടെ ഒരു മെയിൻ പ്ലെയർ, അതായത് വളരെ ചേഞ്ചൊക്കെ ഉണ്ടാക്കാൻ പറ്റുന്ന ലെഫ്റ്റ് വിങ് ബാക്ക് ആയിട്ടും ലെഫ്റ്റ് ബാക്ക് ആയിട്ടും ഒക്കെ കളിക്കാൻ പറ്റുന്ന ഡിമാർക്കോയുടെ ഒരു അസാന്നിധ്യം, ഇന്റർ മിലാൻ താരം ഡിമാർക്കോയുടെ ഒരു അസാന്നിധ്യം ഇറ്റലിക്ക് ഒരു തിരിച്ചടിയാണ്. ജർമ്മനി ആണെങ്കിൽ ജൂലിയൻ നെഗൽസ്മാന്റെ കീഴിൽ അത്യാവശ്യം നല്ല രീതിയിലാണ് ഇപ്പോൾ കളിച്ചുകൊണ്ടിരിക്കുന്നത്. യുഎഫ നേഷൻസ് ലീഗിന്റെ പ്രാഥമിക മത്സരങ്ങൾ, അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ അവർ വളരെ ആധികാരികമായി 1ാം സ്ഥാനമൊക്കെ നേടിയാണ് ഇപ്പം ക്വാർട്ടറിലേക്ക് പ്രവേശിച്ചിരിക്കുന്നത്. അടുത്ത ലോകകപ്പിന് മുന്നോടിയായിട്ടുള്ള ഒരു ഡ്രസ് റിഹേഴ്സൽ എന്നുള്ള രീതിയിൽ തന്നെയായിരിക്കും ജർമ്മനി ഈ ഒരു മത്സരത്തെ, അല്ലെങ്കിൽ യുഎഫ നേഷൻസ് ലീഗിന്റെ ക്വാർട്ടർ ഫൈനലിനെ കാണുന്നത്. പിന്നെ നമ്മൾ പറയേണ്ടത് ജർമ്മനിക്ക് 2 താരങ്ങളുടെ അഭാവമുണ്ട്. ഒന്ന് ഫ്ലോറിയാൻ വിറ്റ്സും കൈ ഹാവേർട്സും. ഇവർ രണ്ടുപേരും പരിക്ക് കാരണം കളത്തിന് പുറത്താണ്. കരീം അദാമിയെ കൊണ്ടുവന്നിട്ടുണ്ട് ടീമിലേക്ക്. അദാമിയുടെ സാന്നിധ്യം ജർമ്മനിക്ക് ഒരു എക്സ്ട്രാ ഒരു പവർ നൽകുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്. പിന്നെ ജോഷുവ കിമ്മിച്ചിന്റെ നേതൃത്വത്തിലുള്ള വളരെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു സ്ക്വാഡ് തന്നെയാണ് ജർമ്മനി എന്നുള്ളതാണ്. എന്തായാലും നല്ലൊരു മത്സരം തന്നെയായിരിക്കും. ജർമ്മനി ഇറ്റലിയും തമ്മിലുള്ള മത്സരം എപ്പോഴും ഒരു റൈവലറി ഒക്കെ ഉള്ളതാണ്, നമുക്കറിയാം. ലോകകപ്പിലൊക്കെ നമ്മളത് കണ്ടതാണ്. അപ്പം എന്തായാലും ആ രീതിയിൽ തന്നെയുള്ള ഒരു പോരാട്ടം തന്നെയായിരിക്കും ഇരു ടീമുകളും തമ്മിൽ. പിന്നെ സ്പെയിനും നെതർലാൻഡ്സും തമ്മിലുള്ള മത്സരമാണ്. സ്പെയിൻ എന്ന് പറഞ്ഞാൽ കഴിഞ്ഞ 2 വർഷ കാലയളവിൽ അത്രയും മാസ്മരികമായ പ്രകടനമാണ് പുറത്തെടുത്തത്. നിലവിലെ യുഎഫ നേഷൻസ് ലീഗ് ജേതാക്കളാണ്. അതുമാത്രമല്ല നിലവിലെ യൂറോ കപ്പ് ജേതാക്കളാണ്.
മികച്ച താരനിരയുമായി ഒന്നാം തരം പ്ലെയേഴ്സുമായിട്ടാണ് സ്പെയിൻ വരുന്നത്. ലമീൻ യമാൽ ഉണ്ട്, നിക്കോ വില്യംസ്, പിന്നെ അങ്ങനെ കിടക്കുകണക്ക് പുതിയ താരങ്ങളാണെങ്കിൽ തന്നെ യുവതാരങ്ങൾ ഒരുപാട് പേര്, പിന്നെ കുബാർസിയൊക്കെ പോലുള്ള അസൻസിയൊക്കെ പോലുള്ള താരങ്ങളൊക്കെ ടീമിൽ ഉൾപ്പെട്ടിട്ടുണ്ട്. പിന്നെ പെദ്രിയെ പോലുള്ള പ്ലെയേഴ്സിൻ്റെ ഒരു മൊറാറ്റോയെ പോലെ എക്സ്പീരിയൻസ്ഡ് ആയ ഒരു പ്ലെയറുടെ സാന്നിധ്യം, ശരിക്കും ഒരു ഗംഭീര ടീം തന്നെയാണ് സ്പെയിൻ എന്നുള്ള കാര്യത്തിൽ സംശയമില്ല. അപ്പം നിലവിൽ ഇപ്പം അടുത്ത ലോകകപ്പിലേക്ക് ഒരു ഫേവറേറ്റുകളായിട്ട് വരുന്ന ഒരു പ്രധാനപ്പെട്ട സാധ്യതയുള്ളൊരു ടീമാണ് സ്പെയിൻ. ഇപ്പോൾ സ്പെയിൻ്റെ എതിരാളികൾ നെതർലാൻഡ്സ് ആണ്. നെതർലാൻഡ്സും സ്പെയിൻ എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം രണ്ട് വമ്പന്മാരാണ്. പക്ഷെ നെതർലാൻഡ്സ് സമീപകാലത്ത് അത്ര മികച്ച പ്രകടനമല്ല കാഴ്ചവെച്ചത്. നമുക്കറിയാം അവസാന 5 മത്സരങ്ങൾ ഒന്നിൽ മാത്രമാണ് അവർക്ക് ജയിക്കാൻ സാധിച്ചത്. പിന്നെ നേഷൻസ് ലീഗിൻ്റെ ഫസ്റ്റ് റൗണ്ടിൽ, അതായത് ഗ്രൂപ്പ് ഘട്ടത്തിൽ കഷ്ടിച്ച് 2ാം സ്ഥാനക്കാരായിട്ടാണ് അവർ ഫിനിഷ് ചെയ്തിരിക്കുന്നത്, അല്ലെങ്കിൽ ഇപ്പം ക്വാർട്ടറിലേക്ക് കടന്നിരിക്കുന്നത്. എന്തായാലും അവർ മികച്ച താരനിര തന്നെയാണ്. വാൻഡൈക്കിൻ്റെ നേതൃത്വത്തിലുള്ള ഡിഫൻസ് ഉണ്ട്. പിന്നെ അതുകൂടാതെ തന്നെ അവരുടെ മുന്നേറ്റ നിരയിൽ ഇപ്പം പുതിയ പ്ലെയേഴ്സൊക്കെ വരുന്നുണ്ട്. ഇപ്പം ബ്രോബൻ്റെ ഒരു സാന്നിധ്യമുണ്ട്, പിന്നെ സാവി സിമൺസ് ഉണ്ട്, പിന്നെ ഫ്രാങ്കി ഡിയോങ്ങിനെയൊക്കെ പോലെയുള്ള എക്സ്പീരിയൻസ്ഡ് ആയുള്ള പ്ലെയേഴ്സിൻ്റെ സാന്നിധ്യം നെതർലാൻഡ്സിന് ഗുണം ചെയ്യും. റൈൻഡേഴ്സ്, ഗ്രാവൻബർച്ച്, അപ്പം ഇങ്ങനെയൊക്കെയുള്ള പ്ലെയേഴ്സ് ഉണ്ട്. ടിംബർ ഉണ്ട്. അപ്പം വളരെ എക്സ്പീരിയൻസ് ആയ ഡിലൈറ്റ്, ഇങ്ങനെയുള്ള ഒരു ടീമാണ് നെതർലാൻഡ്സ്. അപ്പം നെതർലാൻഡ്സ് ആദ്യത്തെ മത്സരം, അതായത് സ്പെയിനുമായിട്ടുള്ള ക്വാർട്ടറിൻ്റെ ആദ്യത്തെ ലെഗ് മത്സരം നെതർലാൻഡ്സിലാണ് അരങ്ങേറുന്നത്. 2ാമത്തെ ലെഗ് സ്പെയിനിലാണ്. അപ്പം നെതർലാൻഡ്സിൻ്റെ ഭാഗത്ത് നിന്ന് അവർക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്ന് പറഞ്ഞാൽ ആദ്യത്തെ ലെഗ് അവരുടെ ഹോം സോയിലാണെന്നുള്ളതാണ്. പിന്നെ മറ്റൊരു ക്വാർട്ടർ, അവശേഷിക്കുന്ന മറ്റൊരു ക്വാർട്ടർ ഫ്രാൻസും ക്രൊയേഷ്യയും തമ്മിലാണ്. ഫ്രാൻസ് നമുക്കറിയാം ഏറ്റവും മികച്ച രീതിയിൽ കളിക്കുന്ന, നിലവിൽ ലോക റാങ്കിങ്ങിൽ അർജന്റീനയ്ക്ക് പിന്നിൽ 2ാം സ്ഥാനത്ത് നിൽക്കുന്ന ടീമാണ്. അപ്പോൾ ഫ്രാൻസിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഫ്രാൻസിൽ എംബാപ്പെ തിരിച്ചെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഒരു മറ്റൊരു പ്രധാനപ്പെട്ട സവിശേഷത. മികച്ച രീതിയിൽ ഇപ്പോൾ റയൽ മാഡ്രിഡിന് വേണ്ടി കളിക്കുന്ന ഉഗ്രൻ ഫോമിലുള്ള എംബാപ്പെ ടീമിൽ തിരിച്ചെത്തിയിട്ടുണ്ട്. എംബാപ്പെ കഴിഞ്ഞ 2 ഇന്റർനാഷണൽ ബ്രേക്കിലും ടീമിന്റെ ഭാഗമായിരുന്നില്ല. പിന്നെ ഒരു ചെറിയൊരു ആബ്സെൻസ് എന്ന് പറയുന്നത് മാർക്കസ് തുറാം പരിക്ക് കാരണം പുറത്തു പോയിരിക്കുന്നതാണ്. പക്ഷെ അത്രയ്ക്കും താരനിബിഡമായ ഒരു ടീം തന്നെയാണ് ഫ്രാൻസ്. മുന്നേറ്റ നിരയിൽ ഡെമ്പലയുടെ ഒരു ഫോം നമുക്കറിയാം. അതുകൂടാതെ തന്നെ ഒരുപാട് താരങ്ങളുണ്ട്. കൊലോ മുവാനി ഉണ്ട്. പിന്നെ ഡിഫൻസിലാണെങ്കിലും സാലിബ, കൊനാറ്റെ, ഇങ്ങനെ ശരിക്കും ഒരു ബാലൻസ്ഡ് ആയുള്ള ടീം തന്നെയാണ്. മിഡ്ഫീൽഡിലാണെങ്കിൽ റാബിയോയൊക്കെ പോലുള്ള പ്ലെയേഴ്സ്. അപ്പം ഇങ്ങനെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയുള്ള ഒരു നിര തന്നെയാണ് ഫ്രാൻസ്. ഫ്രാൻസിന്റെ എതിരാളികൾ ക്രൊയേഷ്യയാണ്. ക്രൊയേഷ്യയെ സംബന്ധിച്ച് കഴിഞ്ഞ യുഎഫ നേഷൻസ് ലീഗിന്റെ ഫൈനലിൽ കാലിടറിയ ടീമാണ് ക്രൊയേഷ്യ. ഒരു കിരീടം, ആദ്യമായിട്ട് ഒരു അന്താരാഷ്ട്ര കിരീടം നേടുന്നുള്ള അവരുടെ സ്വപ്നമാണ് സ്പെയിൻ തകർത്തത്. അപ്പോൾ എന്തായാലും ക്രൊയേഷ്യ അത്യാവശ്യം എക്സ്പീരിയൻസ്ഡ് ആയുള്ള ലുക്കാ മോഡ്രിച്ച് എന്ന് പറയുന്ന അവരുടെ ഇത്രയും മികച്ച ലെജൻഡറി ആയുള്ള പ്ലെയറിന്റെ കീഴിൽ തന്നെയാണ് അവർ മത്സരത്തെ നേരിടുന്നത്. അതുകൂടാതെ തന്നെ മറ്റ് കൊവാസിച്ചിനെയൊക്കെ പോലുള്ള, അല്ലെങ്കിൽ പെരിസിറ്റിനെയൊക്കെ പോലെ വളരെ എക്സ്പീരിയൻസ്ഡ് ആയ പ്ലെയേഴ്സും സ്ക്വാഡിലുണ്ട്. ക്രൊയേഷ്യയും ഫ്രാൻസും തമ്മിലുള്ള ആദ്യ ലെഗ് ക്വാർട്ടർ ക്രൊയേഷ്യയിലാണ് നടക്കുന്നത്, 2ാം ലെഗ് ഫ്രാൻസിലുമാണ്. എന്തായാലും വമ്പൻ പോരാട്ടങ്ങൾ തന്നെയാണ് നമ്മളെ കാത്തിരിക്കുന്നത്. അടുത്ത ജൂണിലാണ് സെമി ഫൈനലും ഫൈനലും നേഷൻസ് ലീഗിന്റെ നടക്കാൻ പോകുന്നത്. അപ്പോൾ ആരൊക്കെ ക്വാർട്ടറിൽ നിന്ന് സെമിയിലേക്ക് കടക്കുമെന്നാണ് നിങ്ങൾ പ്രതീക്ഷിക്കുന്നത്? നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തണേ.